أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب. فعقروها فقال تمتعوا في ذلكم ثلاثة أيام ذلك وعد غير مكذوب. فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا إن ثمود كفروا ربهم ألا بعدا لثمود. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني يا صحاب الوقت ابتدئوا هذه الدرس وهذه الصفة بحكم نيابة عنكم. اعتكافിന്റെ നിയത്തോടുകൂടിയുള്ള നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
വിശുദ്ധ ഖുർആനിന്റെ നൂറും ഖുർആനിന്റെ തണലും ഖുർആനിന്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഇസ്ലാമിക വിശുദ്ധിയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ സംഭവത്തിലാണ് നാം ഉള്ളത്. സമൂദ് ഗോത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പരാമർശത്തിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ, അവരുടെ സഹോദരനായ സ്വാലിഹ് അലൈഹിസ്സലാമിനെ അവരിലേക്ക് സമൂദ് ഗോത്രത്തിലേക്ക് നാം നിയോഗിക്കുകയുണ്ടായി. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവിന് മാത്രം നിങ്ങൾ ആരാധന ചെയ്യുക, വേറെ ഒരു ആരാധനാമൂർത്തികൾക്കും നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കരുത്. ഹുവ അൻശഅകും മിനൽ അർദ്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയത്. വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബും മുജീബ്, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവോട് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് ആ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുക. ഇന്ന റബ്ബി ഖരീബുൻ മുജീബുൻ, എൻ്റെ റബ്ബ് സമീപസ്ഥനാണ്, ദുആഇന് ഉത്തരം നൽകുന്നവനാണ്. ഇവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വെച്ചത്. ഇന്ന റബ്ബി ഖരീബുൻ മുജീബുൻ, എൻ്റെ രക്ഷിതാവ് അവൻ ഖരീബാണ്, സമീപസ്ഥനാണ്, മുജീബ് വിളിക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും ഈ ആയത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക. ഖാലൂ യാ സ്വാലിഹ് ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ വഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഉനാ ഇലൈഹി മുരീബ്. സ്വാലിഹ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ഖാലൂ, അവർ സ്വാലിഹ് അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, യാ സ്വാലിഹു, അല്ല സ്വാലിഹേ, ഖദ് കുന്ത ഫീനാ മർജൂവൻ, ഞങ്ങളുടെ നാട്ടിൽ വളരെ വലിയ ഒരു പ്രതീക്ഷയുള്ള ആളായിരുന്നു സ്വാലിഹ് നീ. ഞങ്ങൾക്കൊക്കെ നിന്നിൽ വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഖദ് കുന്ത ഫീനാ മർജൂവൻ, നല്ല പ്രതീക്ഷയുള്ള ആളായിരുന്നു നീ. എന്തേ അതിന്റെ കാരണം? ഒന്ന്, കുശാഗ്ര ബുദ്ധിയുള്ള ആളായിരുന്നു നീ. ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയുന്ന ആളായിരുന്നു നീ. മാത്രമോ, എവിടെയെങ്കിലും രോഗികളായ ആളുകളുണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ടോടി ചെന്ന് ആ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് നീ. മാത്രമല്ല, പാവപ്പെട്ടവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത സാധുക്കൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടങ്ങളിലേക്ക് ഓടിച്ചെന്ന് അവരെ കൈപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ രൂപത്തിലുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ നിന്നിൽ ഞങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഖദ് കുന്ത ഫീനാ മർജൂവൻ, ഞങ്ങളുടെ നാട്ടിന്റെ ഒരു നേതാവായി, ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ഒരാളായി നിന്നെ ഞങ്ങൾ കണ്ടിരുന്നു. വലിയ പ്രതീക്ഷ നിന്നിൽ ഞങ്ങൾ അർപ്പിച്ചിരുന്നു. പക്ഷേ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ, ഇപ്പോൾ നിന്റെ വാദങ്ങളും നിന്റെ സംസാരങ്ങളും മാറിയല്ലോ. അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കുകയാണോ, വിലക്കുകയാണോ? അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ, ഞങ്ങളുടെ ഉപ്പമാരെ ആരാധിച്ചു വന്ന ഒരു ആരാധനാമൂർത്തികൾക്ക് ആരാധനകളെ സമർപ്പിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടുത്തു നിർത്തുകയാണോ? നീ ഞങ്ങളെ വിലക്കുകയാണോ? ഇത് ഒരിക്കലും പറ്റില്ല. ഇങ്ങനെയുള്ള ഈ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏത് സ്വഭാവ ഗുണങ്ങൾ നിന്നിലുണ്ടെങ്കിലും
നീ ഞങ്ങളുടെ ഉപ്പമാരെ ആരാധിച്ചു വന്നിരുന്ന ഈ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന് പറയലോടുകൂടെ നിന്നിലുള്ള സർവ സദ്ഗുണങ്ങളും ഞങ്ങൾ അവമതിച്ചു. ഇനി ഞങ്ങൾ നിന്നെ പരിഗണിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല നീ ഞങ്ങളെ വിളിക്കുന്ന ആ ഒരു വിഷയത്തെ കുറിച്ച്, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന വിഷയത്തെ കുറിച്ച് ആശങ്ക നിറഞ്ഞ സംശയത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്കത് ഉറപ്പില്ല. ഞങ്ങളെ സംശയാലുക്കളാണ്, ആശങ്ക നിറഞ്ഞ സംശയമുള്ളവരാണ്. അതുകൊണ്ട് സ്വാലിഹേ, ഞങ്ങൾ ആരാധിച്ചു വരുന്ന ഈ ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന കാലത്തോളം നിന്നെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സാലിഹ് അലൈഹിസ്സലാം പുറത്തിരുന്ന് വന്ന ആളല്ല, ആ നാട്ടിൽ ജീവിച്ച ആളാണ്, അവർക്കിടയിൽ വളർന്ന ആളാണ്. പ്രവാചകരായ ആ സമൂഹത്തിലേക്ക് വരുന്നതുവരെ ആ സമൂഹത്തിന് മുഴുവനും സ്വീകാര്യനായ ആളാണ്. ഏതുപോലെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, കത് കുന്ത ഫീനാ മർജൂവൻ, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ നാട്ടിന്റെ അധിപനായി ഈ നാട്ടുകാർക്ക് മുഴുവനും മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാനും ഒക്കെ പറ്റിയ വ്യക്തിയാണെന്ന ഒരു ശുഭാപ്തി വിശ്വാസം നിന്നിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തകിടം മറിഞ്ഞുപോയി. ഇനി നിന്നെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ കിട്ടുന്നതല്ല, ഇനി നിന്നിൽ ഞങ്ങളെ വിശ്വസിക്കുന്നതുമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിന്റെ താഴ്വരയിൽ മക്കയിലുള്ള ഖുറൈശികളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് അവിടുത്തെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓ ഖുറൈശികളെ, ഓ നാട്ടുകാരെ, ഈ സഫാ കുന്നിന്റെ മറുഭാഗത്തിലൂടെ, ഇവിടെയുള്ള പർവ്വതങ്ങളുടെ അടിവാരത്തിലൂടെ മറുസൈഡിലൂടെ നിങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു സേന സജ്ജമായി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോ അവിടെ തടിച്ചുകൂടിയ സർവ്വ ആളുകളും പറഞ്ഞില്ലേ, എന്തേ മുഹമ്മദ് സംശയം? ഇത്രയും കാലമായി നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അൽ അമീൻ, സത്യസന്ധൻ എന്ന് പറയുന്ന ടൈറ്റിലുള്ളവനല്ലേ നീ? എന്തിനാ പിന്നെ ഞങ്ങൾ സംശയിക്കുന്നത്? ഞങ്ങളത് വിശ്വസിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആമുഖമിട്ടതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തി കൊടുത്തല്ലോ. അത് പറയലോടുകൂടെ അവരുടെ സ്വഭാവം മാറിയല്ലോ. ഇത് പറഞ്ഞപ്പോഴല്ലേ അബൂ ലഹബ് അല്ലാഹുവിന്റെ റസൂലിനെ ശകാരിച്ചത്, മുഹമ്മദ് ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയതും? ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനാണോ നീ ഞങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിൽ വെച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച ഏക വ്യക്തി അബൂ ലഹബാണ്. അതുകൊണ്ടാണ് ഈ അബൂ ലഹബിന്റെ പേരെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ കണ്ടോ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും അവന്റെ കുടുംബത്തെയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആൻ ഇറങ്ങുകയാണ്. കാരണം എന്തേ? അവിടെ അബൂ ലഹബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ വളരെ കൂടുതൽ വേദനിപ്പിച്ച ആളുകളില്ലേ? വലീദ് ഇബ്നു മുഗീറ ഇൻഷാഅല്ലാഹ് വഴിയെ നമ്മൾ വായിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ കഴുത്തിൽ മുണ്ട് മുറുക്കിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ മുണ്ട് മുറുക്കിയിട്ട് വലീദ് ഇബ്നു മുഗീറ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ വലിക്കുകയാണ്. വലിച്ചിട്ട് നരമ്പുകൾ മുഴുവനും മുറുകിപ്പോവുകയാണ്. ആ സമയത്ത് മഹാനായ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അതേ സമയത്ത് റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതാണ്.
ആവട്ടെ ഈ അബൂ ലഹബ് പരസ്യമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആൾക്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് പരിഹസിച്ചപ്പോ കണ്ടോ നിങ്ങൾ, അവന്റെ പേരെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവനെ വിമർശിച്ചു പോയി. ഉള്ളവരും സത്യസന്ധനും പാവപ്പെട്ടവരുടെ അത്താണിയും രോഗികളെ സന്ദർശിക്കുന്നവരും അതേ പ്രകാരം തന്നെ ദുർബലരായ ആളുകളെ തേടിപ്പിടിച്ച് അവരിലേക്ക് എപ്പോഴും എത്തി നോക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനല്ലേ സാലിഹേ നീ? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തിയപ്പോ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഖാല യാ ഖൗമി റഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ നസൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. ഈ സന്ദർഭത്തിൽ സാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഖാല സാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, ഓ എന്റെ നാട്ടുകാരെ, അറഅയ്തും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ സത്യദീനിനെ എന്റെ മുമ്പിൽ വെളിവാക്കി തരികയും അതിന്റെ പേരിൽ വ്യക്തമായ തെളിവ് എനിക്ക് നൽകുകയും ചെയ്തു. വആതാനി മിൻഹു റഹ്മതൻ, അവരെന്നെ ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ നസൈതുഹു, നിങ്ങൾ പറയുക, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇനി എന്റെ രക്ഷിതാവിന് എതിരു ഞാൻ പ്രവർത്തിച്ചാൽ, അവന്റെ ഭാഗത്ത് നിന്ന് വല്ല മുസീബത്തും വന്നാൽ ആരാണ് എന്നെ രക്ഷപ്പെടുത്താനുണ്ടാവുക? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ? പറയണം നിങ്ങൾ. അതാണ് സാലിഹ് നബി ചോദിക്കുന്നത്. അറഅയ്തും, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അവൻ എനിക്ക് പ്രവാചകത്വം നൽകി, നുബുവത്ത് നൽകി. അതുമാത്രമല്ല, ഈ ഒട്ടകങ്ങളെ നിങ്ങൾ ചോദിച്ചപ്പോ ഒട്ടകത്തെ നൽകി, വ്യക്തമായ തെളിവുകൾ നൽകി. അവൻ എന്നെ പരിഗണിച്ചു. വിഷയത്തിന്റെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങൾ മുഴുവനും അവൻ എനിക്ക് കാണിച്ചു തന്നു. ഇനിയും ഞാൻ എന്റെ രക്ഷിതാവിനെ നിഷേധിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ എന്റെ രക്ഷിതാവിന് ഞാൻ വല്ല തെറ്റും ചെയ്ത് പടച്ച റബ്ബ് എന്നെ ശിക്ഷിക്കുമ്പോ അവിടെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ചോദ്യമാണ്, ബുദ്ധിപരമായ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഫമാ തസീദൂനനി ഗൈറ തഫ്സീർ, നിങ്ങളോടൊപ്പം ഞാൻ നിന്നാൽ, അഥവാ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ അതെനിക്ക് നഷ്ടമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. വയാ ഖൗമി ഹദിഹി നഖത്തുല്ലാഹി ലക്കും ആയതൻ ഫദറുഹാ തഅകുൽ ഫീ അർദില്ലാഹി വലാ തമസ്സുഹാ ബിസൂഇൻ ഫയഖുദകും അദാബുൻ ഖരീബ്. എന്തിനാണ് നിങ്ങൾ അമാന്തിച്ചു നിൽക്കുന്നത്? വയാ ഖൗമി, ഓ എന്റെ സമൂഹമേ, ഇതാ നിങ്ങൾ തെളിവായിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ളതിന് തെളിവ് വേണമെന്ന് ചോദിച്ചപ്പോ, എന്തു തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചപ്പോ, ഇതാ ആ കാണുന്ന പാറയിൽ നിന്ന് ഒട്ടകത്തെ പൂർണ്ണമായ ഗർഭിണിയായ തടിച്ചു കൊടുത്ത ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോ എന്റെ റബ്ബ് അതാ നിങ്ങൾക്കതിനു വേണ്ടി അത് സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ എന്നോട് ചോദിച്ച ഒട്ടകമാണ്. ലക്കും ആയത്തൻ അഖത്തുല്ലാഹി ലക്കും ആയത്തൻ, നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായി തെളിവായി പടച്ച റബ്ബ് നൽകിയ അല്ലാഹുവിന്റെ ഒട്ടകമാണിത്. ഫദറുഹാ, ഇതിനെ നിങ്ങൾ വിട്ടേക്കണം. അത് സ്വസ്ഥമായി ജീവിച്ചുകൊള്ളട്ടെ. അതിന്റെ പിന്നാലെ നിങ്ങൾ കൂടരുത്. അതിനു നിങ്ങൾ ഉപദ്രവങ്ങൾ വരുത്തരുത്. തഅകുൽ ഫീ അർദില്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകമായ അത് അല്ലാഹുവിന്റെ ഭൂമിയിൽ യഥേഷ്ടം ജീവിച്ചുകൊള്ളട്ടെ. അതിന് മൂക്കു കയറിടാനോ അല്ലെങ്കിൽ അതിനെ കെട്ടിയിടാനോ അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണം മുടക്കാനോ അതിന്റെ വെള്ളം മുടക്കാനോ അതിന്റെ വഴികളിൽ തിരശ്ശീല തീർക്കാനോ നിങ്ങൾ ഒരുമ്പെടരുത്.
വലാ തമസ്സൂഹാ ബിസൂഇൻ, ഒരു വിധത്തിലുള്ള പ്രയാസവും നിങ്ങൾ അതിന് വരുത്തരുത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നിങ്ങളിൽ സംഭവിച്ചാൽ ഫയഖുദകും അദാബുൻ ഖരീബ്, ആസന്നമായ കടുപ്പപ്പെട്ട ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഈ ഒട്ടകത്തെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചാൽ ആസന്നമായ അദാബ്, അത് പിന്നീട് കാത്തു നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തുള്ളതല്ല, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അവയെ വിട്ടേക്കണം. മഹാനായ സാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അവരെന്തു ചെയ്തു? അവർ എന്തു ചെയ്തു? മഹാനായ സാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അവർ ഉപദ്രവിക്കുകയാണ്. ഈ ഒട്ടകത്തെ കുറിച്ച് മഹാനായ റാസി റഹ്മഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് മഹാനായ സാലിഹ് അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണിത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ ഒട്ടകത്തിന്റെ ബഹിർഗമനത്തെ കുറിച്ച്, അതിന്റെ ആഗമനത്തെ കുറിച്ച്. എന്തേ അത്? അന്നഹു തആല ഖലഖഹാ മിനസ് സഖറ, ഒരു വലിയ പാറയിൽ നിന്നാണ്. ആ പാറയുടെ വലുപ്പം എത്രയാണ്? അബൂ മൂസൽ അശ്അരി റഹ്മഹുല്ലാഹ് പറയുന്നു, ആ പാറയുടെ വലുപ്പം 60 മുഴമാണ്. 60 മുഴമുള്ള ഒരു പാറ. ആ പാറയ്ക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഒട്ടകം വരുന്നത്. ഒന്ന്. രണ്ട്, അന്നഹു തആല ഖലഖഹാ ഫീ ജൗഫിൽ ജബൽ, ഈ പാറയുള്ളത് പർവ്വതത്തിന്റെ മുകളിൽ. ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒട്ടകത്തെ വെക്കും. എന്നിട്ടോ ഒട്ടകം പുറത്തേക്ക് വരാൻ വേണ്ടി പർവ്വതം പാറ വീഴുകയാണ്, അത് പൊട്ടുകയാണ്. കഴിഞ്ഞു. അന്നഹു തആല ഖലഖഹാ ഹാമിലൻ മിൻ ഗൈരി ദക്കരിൻ, ഒരു പുരുഷ ഒട്ടകത്തിന്റെ ഇടപെടലില്ലാതെ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു പുരുഷ ഒട്ടകത്തിന്റെ ഇടപെടൽ നടന്നിട്ടില്ല. മാത്രമല്ല, അന്നഹു ഖലഖഹാ അലാ തിൽക സൂറത്തി ദഫഅതൻ വാഹിദതൻ മിൻ ഗൈരി വിലാദ, പ്രസവമൊന്നുമില്ല. പ്രസവമില്ലാതെ ദഫഅതൻ വാഹിദതൻ, ഞൊടിയിട സമയം കൊണ്ട്, ദഫഅതൻ വാഹിദതൻ, ഞൊടിയിട സമയം കൊണ്ട് പൂർണ്ണ ഗർഭിണിയായ ഒരു പുരുഷ ഒട്ടകത്തിന്റെ ഇടപെടലില്ലാത്ത ഒന്നിനെ അല്ലാഹു തആല അവരുടെ മുൻപിൽ കൊണ്ടുവന്നു കൊടുക്കുന്നു. മാത്രമല്ല, അവരുടെ ജലസ്രോതസ്സുണ്ട്. സമൂദ് ഗോത്രക്കാർക്ക് മുഴുവനും കുടിക്കാനുള്ള കിണറുണ്ട്, ജലസ്രോതസ്സുണ്ട്. ആ ജലസ്രോതസ്സിന് ഒരു പരിധി വെച്ചു സാലിഹ് നബി, ഒരു ദിവസം നിങ്ങൾ കുടിക്കുക, തൊട്ടടുത്ത ദിവസം ഒട്ടകത്തിന്റെ ദിവസം, അന്ന് ഒട്ടകം കുടിക്കാം. അങ്ങനെ ഒന്നരാടം ഇടവിട്ട് ഈ ഒട്ടകം ആ കിണറിൽ വന്നുകൊണ്ട് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോ അതിലുള്ള വെള്ളം മുഴുവനും കുടിക്കും, ഒരു തുള്ളി പോലും ബാക്കി വെക്കില്ല. തൊട്ടടുത്ത ദിവസം അവർക്ക് കുടിക്കാനുള്ള വെള്ളം അതിലുണ്ടാവും. അതേ പ്രകാരം തന്നെ അന്നഹു കാന യഹ്സുലു മിൻഹാ ലബനുൻ കതീറുൻ യക്ഫിൽ ഖൽഖൽ അളീം, വെള്ളം കുടിച്ചിട്ട് എന്താ ചെയ്യാ? ആ സമൂദ് ഗോത്രത്തിലെ 10,000-കണക്കിന് വരുന്ന ആളുകൾക്ക് മുഴുവനും കുടിക്കാനുള്ള പാല് ഈ ഒട്ടകത്തിൽ നിന്ന് അത് ചുരത്തി കൊടുക്കും. ആളുകൾ വന്നിട്ട് പാല് കറന്നെടുത്ത് അവരുടെ പാത്രങ്ങൾ മുഴുവനും പാല് നിറച്ചുകൊണ്ടാണ് പോകുന്നത്. എല്ലാ ആളുകൾക്കും ഇഷ്ടം പോലെ പാല്, ഒരു കമ്മിയും ആ വിഷയത്തിൽ വരുത്തുന്നില്ല. ഇങ്ങനെയുള്ള വളരെ അത്ഭുതം നിറഞ്ഞ ഒട്ടകം പാല് ചുറ്റും. അതുതന്നെ ഒരു പരിധിയും ഇല്ല. അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും കുടിക്കാനും അവരുടെ പാത്രങ്ങൾ നിറച്ചു പാലുകൾ നിറച്ചു വെക്കാനും ഒക്കെയുള്ള രൂപത്തിലാണ് അതിൻ്റെ അവസ്ഥയുള്ളത്.
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹിജ്റ പോകുമ്പോഴാണല്ലോ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേ പ്രകാരം തന്നെ വേറെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂലിക്ക് വിളിച്ച ഒരാളും അവരോടൊപ്പമുണ്ട്. അങ്ങനെ പോകുമ്പോ ഖുദൈദ് എന്ന സ്ഥലത്തെത്തിയപ്പോ ഉമ്മു മഅ്ബദ് എന്ന് പറയുന്ന ഒരു പെണ്ണ് അവിടെ യാത്രക്കാരാകുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ അരികിലെത്തിയപ്പോ ആ സമയത്ത് അവരും വല്ലാത്ത ക്ഷീണമുള്ള സമയമാണ്. ഭക്ഷണങ്ങളില്ല, വെള്ളങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫലതലബൂ മിന്നാ ലബനൻ വലഹ്മൻ യസ്തറൂനഹു. നബി തങ്ങൾ അവരോട് പാല് ചോദിച്ചു. അവിടെ ആടുകളുണ്ട്, നിങ്ങൾ കുറച്ച് പാല് തരുമോ? അതേ പ്രകാരം ഇനി അതില്ലെങ്കിൽ മാംസം തരുമോ? വെറുതെ എല്ലാ യസ്തറൂനഹു, കായ്ക്ക് തന്നാ മതി, വെറുതെ തരണ്ട, കാശു തരാം. ഫലം യജിദൂ, അതവർക്ക് അവിടെ നൽകാനില്ല. അപ്പോഴാണ് ഫനദറ ഇലാ ശാത്തിൻ ഖൽഫഹാ, ഉമ്മു മഅ്ബദിന്റെ പിറകിലേക്ക് നബി തങ്ങൾ നോക്കുന്നത്. അവിടെ ഒരു ആടുണ്ട്. ആ ആടാണെങ്കിലോ മെലിഞ്ഞൊട്ടിയ ആടാണ്, മെലിഞ്ഞൊട്ടിപ്പിടിച്ച ആടാണ്. അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് നോക്കി. ഫസഅലഹാ, എന്നിട്ട് നബി തങ്ങൾ ഉമ്മു മഅ്ബദിനോട് ചോദിച്ചു, ഹൽ ബിഹാ മിൻ ലബനിൻ, ആ ആട്ടിൽ പാലുണ്ടോ? ആ ആടിൽ നിന്ന് പാല് ലഭിക്കുമോ? ഉമ്മു മഅ്ബദ് പറഞ്ഞു, ഇല്ല, കൂട്ടത്തിൽ ഏറ്റവും ക്ഷീണം പിടിച്ച ആടാണത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത്തഇദനീന ലീ അൻ അഹ്ലിബഹാ, അവിടെ എനിക്ക് പ്രശ്നമില്ല, എന്നെ ഒന്ന് അതിനെ കറവ് നടത്താൻ അനുവദിക്കുമോ? ഞാൻ അതിനെ ഒന്ന് കറന്നോട്ടെ. ആ ഉമ്മു മഅ്ബദ് പറഞ്ഞു, നഅം, കറന്നോളൂ. ആ സമയത്ത് നബി തങ്ങൾ ആ ആടിനെ അരികിലേക്ക് വിളിച്ചു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അത് വന്നു. ഫഅതഖലഹാ, നബി തങ്ങൾ അതിനെ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്നിട്ട് നബി തങ്ങൾ അതിനെ ഇങ്ങനെ തടവുകയാണ്. തടവുന്നതിനിടയിൽ അതിന്റെ അകിടിന്റെ ഭാഗത്ത് റസൂലുള്ളാഹി തടവുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ തടവുകയാണ്. ആ സമയത്ത് അത് പാല് ചുരത്തുകയാണ്. കൂടെയുള്ള ആളുകളെല്ലാവരും പാല് കുടിക്കുകയാണ്. എല്ലാവരും വയറു നിറയെ പാല് കുടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരെ പറയുന്നു, അന്നത്തിൽ അല്ലാഹുവിന്റെ റസൂലൊന്ന് തടവിയിട്ട് ഒട്ടിപ്പിടിച്ച് മെലിഞ്ഞു നിൽക്കുന്ന ആ ആടിനെ ഒന്ന് തടവിയപ്പോ അതോടുകൂടെ അത് പാല് ചോർത്താൻ തുടങ്ങി. എന്നാൽ എത്ര കാലം അത് പാല് കൊടുത്തു എന്നറിയോ? ബഖിയത്ത് ഇൻദഹും യഹ്ലിബൂന ലൈലൻ വനഹാറൻ ഇലാ സമനി ഉമർ റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ രാപ്പകൽ ഭേദമന്യേ ആ ആടിനെ ഇങ്ങനെ കറക്കുമ്പോ അത് പാല് കൊടുക്കുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉമറുവിന്റെ കാലം വരെ അത് പാലിങ്ങനെ ചൊരുത്തി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് സ്വാലിഹ് അലൈഹിസ്സലാമിൽ കാണുന്നതും ഇതുതന്നെയാണ്. സ്വാലിഹ് നബിയുടെ ഒട്ടകം ആ സമൂഹത്തിന്റെ പാല് ചൊരുത്തി കൊടുത്തു. എന്നാൽ വർഷങ്ങളോളമാണ്
ഹബീബായ നബി തങ്ങളുടെ ഈ ആട് പാല് കൊടുത്തത്. അവിടെ അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് അവരുടെ സമൂത് ഗോത്രത്തിന്റെ ജലസ്രോതസ്സിലേക്ക്, കിണറിലേക്ക് വെള്ളം കുടിക്കാൻ ഒട്ടകം വരും. ഒട്ടകത്തിന്റെ ദിവസമായാൽ അതിന്റെ തല കിണറിലേക്കിടും. അതിലുള്ള സർവ്വ വെള്ളവും കുടിച്ചിട്ടേ പിന്നെ അത് തല ഉയർത്തുകയുള്ളൂ. ഒരു തുള്ളി പോലും അതിൽ ബാക്കി വെക്കില്ല, മുഴുവനും കുടിച്ചിട്ടേ അത് തല പൊക്കുള്ളൂ. എന്നിട്ട് ആ കിണറിലേക്ക് വന്ന വഴിയിലൂടെയല്ല, വേറെ വഴിയിലൂടെയാണ് അത് തിരിച്ചു പോവുക. വന്ന വഴി ഒന്ന് വേറെ, പോകുന്ന വഴി മറ്റൊന്ന്. ഈ രൂപത്തിലായിരുന്നു അതിന്റെ സ്വഭാവം. മഹാനായ അബൂ മൂസൽ അശ്ശരി തങ്ങൾ പറയാണ്, ആ ഒട്ടകം വന്ന സ്ഥലം ഞാൻ അളന്നു നോക്കി. 60 മുഴമാണ് അതിന്റെ വലുപ്പം ഞാൻ കണക്കാക്കിയത്. അളന്നു നോക്കിയപ്പോ അദാവക്കാനു ഇദാ ജാഅ യൗമുഹും മറദുൽ മാഅ ഫയശ്റബൂന. പിന്നെ ഒരു ദിവസം ഒട്ടകത്തിനുള്ളത്, തൊട്ടടുത്ത ദിവസം ജനങ്ങൾക്കുള്ളത്. അവര് വരും, അവര് വെള്ളം കോരിയെടുക്കും. അതേ പ്രകാരം അടുത്ത ദിവസം അവർക്ക് വെള്ളമില്ല. അതുകൊണ്ട് തന്നെ അന്ന് ആ ദിവസത്തിന് ആവശ്യമായ വെള്ളങ്ങളൊക്കെ അവരുടെ പാത്രങ്ങളിൽ അവർ നിറച്ചു വെക്കും. ഇങ്ങനെ കഴിയുകയാണ്. ഇതിനിടയിൽ ഇത് അവർക്ക് വല്ലാത്ത ഒരു വിഷമമായി മാറി. കാരണം സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ ആളുകൾ ഇങ്ങനെ കാണുകയാണ്. അതിനെ കാണുമ്പോൾ തന്നെ സാലിഹ് അലൈഹിസ്സലാമിനെ ഓർമ്മ വരുന്നു. അവർ ചോദിച്ചിട്ട് കൊടുത്തതാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന്റെ തെളിവാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്നുള്ളതിന്റെ തെളിവായിട്ട് കിട്ടിയതാണ്. ഈ ഒട്ടകത്തെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം, പടച്ച റബ്ബിനെ ചിന്തിക്കണം. പ്രതിഷ്ഠകരുടെ മുൻപിൽ ആരാധന ചെയ്യാൻ പാടില്ല. അവിടെയുള്ള പ്രമാണിമാർക്ക് ഇത് വല്ലാത്ത ഒരു വിഷമമാവുകയാണ്. നോക്കൂ നിങ്ങളെ, കാനഫി തമൂദം റഅത്തുൻ, ആ തമൂദ് ഗോത്രത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. യുഖാലു ലഹു സദൂഖ്, സദൂഖ് എന്നാണ് ആ പെണ്ണിന്റെ പേര്. കാനത്ത് ജമീലത്തൻ ഖനിയത്തൻ, അവൾ അതീവ സുന്ദരിയും അതേ പ്രകാരം വലിയ സമ്പന്നയുമായിരുന്നു. ഒരുപാട് ഒട്ടകങ്ങളും പശുക്കളും ആടുകളും ഒക്കെ അവൾക്കുണ്ടായിരുന്നു. സ്വാലിഹ് അലൈഹിസ്സലാമിനോട് ശത്രുതയുള്ളവരിൽ ഏറ്റവും കൂടുതൽ പകയും വിദ്വേഷവും വെച്ചു നടന്നത് ഈ പെണ്ണായിരുന്നു. എന്നിട്ടോ അവൾ എന്തു ചെയ്തു? ഈ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നുകളയണം, സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊല്ലണം. അതിനു വേണ്ടിയുള്ള ആലോചനയിലാണ് അവള്. ഒരുപാട് ആലോചിച്ചു. അങ്ങനെ അവസാനം അവൾ ചില ഉപായങ്ങൾ കണ്ടെത്തുകയാണ്. അവളുടെ പിതൃവ്യ പുത്രനെ സമീപിക്കുകയാണ്, എളാപ്പയുടെ മകനെ സമീപിക്കുകയാണ്. എന്നാണ് അവന്റെ അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ അവന്റെ അരികിൽ ചെന്നിട്ട് അവള് പറയാണ്, മിസ്ദഅയോട് പറഞ്ഞു, സ്വാലിഹിന്റെ ഒട്ടകത്തെ നീ കൊല ചെയ്തു കഴിഞ്ഞാൽ, അതിനെ നീ അറവ് നടത്തിയാൽ എന്റെ ശരീരം ഞാൻ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നതാണ്. ചെയ്യേണ്ടതെന്താണ്? സ്വാലിഹിന്റെ ഒട്ടകത്തെ നീ അറവ് നടത്തണം, കൊല ചെയ്യണം. മിസ്ദഹ് പറഞ്ഞു, കൊള്ളാം, ഞാനത് ചെയ്തു കൊള്ളാം, പ്രയാസമില്ല. കാരണം ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാണ്, അതിനേക്കാളേറെ വലിയ സമ്പന്നയാണ്. അത് കഴിഞ്ഞിട്ട് അത് പോരാത്തത് കൊണ്ട് അദ്ദേഹം പിന്നെ ഖുദാറബ്നു സാലിഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിൽ ചെന്നു. ഖുദാറിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു,
അയ്യ ബനാതി ശിഅത അലാ അൻ തഅഖിറന്നഖാ. ഖുദാറേ, എൻ്റെ പെൺമക്കളിൽ നിന്ന് ഇഷ്ടമുള്ള കുട്ടികളെ നിനക്കു ഞാൻ വിവാഹം ചെയ്തു തരാം. പക്ഷേ നിബന്ധനയുണ്ട്. എന്തേ? നീ സാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലണം. ഈ ഖുദാറിനെ കുറിച്ച് പറയുന്നത് ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ജാരസന്തതിയാണ് എന്നാ പറയുന്നത്. ജാരസന്തതിയാണ്. മാത്രമല്ല വകാന മനിഅൻ ഫീ ഖൗമിഹി, ആ സമൂഹത്തിൽ അങ്ങനെ തന്നെ ആളുകൾ അത്ര തന്നെ ശ്രദ്ധിക്കാത്ത, എല്ലാ സ്ഥലത്തു നിന്നും മാറ്റി നിർത്തുന്ന വ്യക്തിയാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അരികിൽ ചെന്നിട്ടാ ഈ പെണ്ണു പറയുന്നത്, നിനക്ക് ഒരു പെണ്ണു വേണ്ടേ? എൻ്റെ പെൺമക്കളിൽ നിന്ന് ഇഷ്ടമുള്ളവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാ. നീ ചെയ്യേണ്ടത് സ്വാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലണം. ഇദ്ദേഹവും അതിന് സന്നദ്ധനാവുകയാണ്. കൊള്ളാം, ഞാനത് ചെയ്തു തരാം. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഖുദാറും മിസ്തഈ എന്ന മറ്റേ വ്യക്തിയും രണ്ടുപേരും ആലോചിക്കുകയാ, എന്താ നമ്മൾ ചെയ്യുക, എങ്ങനെയാ നമ്മൾ കൊല്ലുക? ആളുകൾക്ക് മുഴുവനും ഒട്ടകത്തെ കൊണ്ട് നേട്ടമാണ്. അവരുടെ പാത്രങ്ങൾ നിറയെ പാലാണ്. ഒറ്റയടിക്കങ്ങ് കൊന്നു കളഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമോ? അവർ വളരെ സ്വകാര്യമായി വിഷയങ്ങൾ ആലോചിച്ചു. അവരുടെ ആലോചനയിൽ ആ നാട്ടിലെ റൗഡികളാകുന്ന 9 ആളുകൾ കൂടുകയാണ്. അവർക്ക് മുഴുവനും സ്വാലിഹ് അലൈഹിസ്സലാമിനോട് വെറുപ്പാണ്. കാരണം അവരുടെ റൗഡിത്തരം നടക്കുന്നതല്ല, അവിടെയൊക്കെ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഇടപെടലുണ്ടാവുകയാണ്. 9 ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു, എന്തേ? സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ കൊല്ലണം, സ്വാലിഹ് അലൈഹിസ്സലാമിനെ കൊല്ലണം, സ്വാലിഹിന്റെ കുടുംബക്കാരെ മുഴുവനും കൊല്ലണം. പക്ഷേ വിഷയം കടുപ്പപ്പെട്ടതാണ്. ആളുകൾ അറിയാൻ പാടില്ല. ആളുകൾ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. കാരണം സ്വാലിഹിന്റെ ബന്ധുക്കൾ ഈ നാട്ടിലുണ്ട്. അല്ലാഹു സ്വാലിഹ് അലൈഹിസ്സലാമിന് വിവരം കൊടുത്തു. എന്തേ? അന്ന ഖൗമക സയഖിറൂനന്നഖാ. സ്വാലിഹേ, നിങ്ങളുടെ സമൂഹം ഒട്ടകത്തെ കൊല്ലും കേട്ടോ. അവർ ഒട്ടകത്തെ അറവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫഖാല ലഹും സാലിഹു ബിദാലിക. സാലിഹ് നബിക്ക് ബേജാറ് വന്നു. സമൂഹത്തോട് പറഞ്ഞു, അരുത് സമൂഹമേ, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ഒട്ടകത്തെ തുടരുത്, അതിന് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള കേടും വരുത്തരുത്. അവർ പറഞ്ഞു, ഇല്ല സാലിഹേ, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഒട്ടകത്തിന് ഞങ്ങളൊരു ഉപദ്രവവും വരുത്തില്ല. പക്ഷേ അവര് സത്യം ചെയ്ത് പ്രതിജ്ഞയെടുത്തു 9 ആളുകള്. എന്തേ? രാത്രിയുടെ മറവിൽ സ്വാലിഹിനെയും കുടുംബത്തെയും ഞങ്ങൾ കൊല നടത്തുക തന്നെ ചെയ്യും, വധിച്ചു കളയുക തന്നെ ചെയ്യുമെന്ന് 9 ആളുകൾ പ്രതിജ്ഞയെടുക്കുകയാണ്. പക്ഷേ വഖാലു, അവര് അതിന് കണ്ടെത്തിയ ഉപായം എന്താണ്? നമുക്ക് നഖ്റുജു ഫയറന്നാസു അന്നാ ഖദ് ഖറജ്നാ ഇലാ സഫരിൻ ഫനഇത്തിൽ ഗാറ ഫനകൂനു ഫീഹി ഹത്താ ഇദാ കാന അൽ-ലൈലു വഖറജ സാലിഹു ഇലാ മസ്ജിദിഹി ഖദല്ലാ. അവരുടെ ഉപജാപത്തിന്റെ കോലം, നാം പരസ്യമായി നമുക്ക് 9 പേർക്കും ഈ നാട്ടിൽ നിന്ന് പോവുക, ഒരു വലിയ ദീർഘയാത്രക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവുക, പോകുന്നത് നാട്ടുകാർ കാണണം. അങ്ങനെ പോയിട്ട് നമ്മൾ പരിസരത്തുള്ള ഗുഹയിൽ ഒളിച്ചിരിക്കുക. നാട്ടുകാർക്കിടയിൽ നാം യാത്ര പോയവരാണ്. സ്വാലിഹ് അലൈഹിസ്സലാമിനൊരു സ്വഭാവമുണ്ട്. എന്നേ? അത് സ്വാലിഹ് നബിയുടെ പള്ളിയുള്ളത് ഈ സമൂഹത്തിന്റെ, ഈ നാട്ടിൽ നിന്നും പുറത്തുള്ള ഒരു സ്ഥലത്താണ്. സ്വാലിഹ് നബി എന്ത് ചെയ്യും? പകൽ സമയത്ത് ഈ ആൾക്കൂട്ടങ്ങളിലേക്ക് വരും, ജനങ്ങളിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരോട് ഉപദേശിക്കും, അത് പറഞ്ഞു കൊടുക്കും, ഉപദേശങ്ങൾ കൊടുക്കും, വിഷയങ്ങളിൽ ഇടപെടും. രാത്രി സമയത്ത് പള്ളിയിലേക്ക് പോകും, അവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടും. ഇതാണ് സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ പതിവ്.
അപ്പോൾ ഇവർ പറയുകയാണ്, സാലിഹ് രാത്രി സമയത്ത് പള്ളിയിലുണ്ടാകും, നമുക്ക് ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്വാലിഹിനെയും കുടുംബത്തെയും കാച്ചിക്കളയാം. ആളുകൾക്കിടയിലോ നമ്മളെ വിഷയങ്ങളൊന്നും അറിയുന്നില്ല, ഗുഹക്കകത്ത് തന്നെ പോവുക, എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ പോലെ തിരിച്ചു വരിക. നമ്മൾ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നാം പ്രതിക്കൂട്ടിലാകുന്നതല്ല. സ്വാലിഹ് അലൈഹിസ്സലാമിനെയും ഒട്ടകത്തെയും ഒക്കെ കൊന്നുകളയാൻ വേണ്ടി അവർ നടത്തിയ ഉപജാപത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു ഇത്. അങ്ങനെ ثم رجعنا إلى الغار فكنا فيه فإذا رجعنا قلنا ما شهدنا مهلك أهله وأنا لصادقون أي يعلمون أنا خرجنا في سفر لنا. ജനങ്ങൾക്കറിയല്ലോ നമ്മൾ ഈ നാട്ടിലുണ്ടായിരുന്നില്ല, നമ്മൾ യാത്രപോയവരാണ്, നമ്മളില്ലാത്ത സമയത്താണ് ഈ കൊലപാതകങ്ങൾ ഇവിടെ നടന്നത്, അതുകൊണ്ട് നമ്മെ പിടിക്കപ്പെടില്ല, നമ്മൾ കുറ്റക്കാരാകില്ല. അങ്ങനെ അവര് തീരുമാനിച്ചു. വകാന സാലിഹു ലാ യനാമു ഫിൽ ഖറിയ, സാലിഹ് നബി സ്വന്തം നാട്ടിൽ കിടന്നുറങ്ങാറില്ല. വകാന ലഹു മസ്ജിദുൻ ഖാരിജൽ ഖറിയ, നാടിന്റെ പുറത്തുള്ള പള്ളിയിലാണ് സാലിഹ് നബി താമസിക്കുന്നത്. ആ പള്ളിയുടെ പേര് മസ്ജിദു സാലിഹ്. യബീതു ഫീഹി ഫഇദാ അസ്ബഹ അതാഹും ഫവഅദഹും വഇദാ അംസാ ഖറജ ഇലൽ മസ്ജിദി. പകൽ സമയത്ത് വഅദ് പറയും, ഉപദേശിക്കും, രാത്രി സമയത്ത് പള്ളിയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഫലമ്മാ കാനൽ ലൈലു, ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്, പ്രതിജ്ഞയെടുത്ത്, 9 ആളുകൾ നാട്ടിൽ നിന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇടയിലും പരസ്യമായി ഇവർ യാത്രക്ക് പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടിട്ട് ഇവർ ഈ ഗുഹക്കകത്ത് ഒളിച്ചിരുന്നു. രാത്രി സമയത്ത് ഒളിച്ചിരുന്ന് അവസാനം അവരുടെ പദ്ധതി രാത്രിയിൽ മെല്ലെ ഇറങ്ങി വന്നിട്ട് സാലിഹ് നബിയെയും കുടുംബത്തെയും കൊന്നുകളയലാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഫലമ്മാ കാനൽ ലൈലു സഖത അലൈഹിമുൽ ഗാർ, ഗുഹക്കകത്ത് പോയി അവർക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ആ ഗുഹാമുഖം അടഞ്ഞുപോയി, ഗുഹാമുഖം അടഞ്ഞുപോയി. അങ്ങനെ അവരതിന്റെ ഉള്ളിൽ കുടുങ്ങുകയാണ്, പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നേരം പുലർന്നു. നേരം പുലർന്നപ്പോ ആ ഗുഹയുടെ അരികിലൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് നിലവിളി കേൾക്കുകയാണ്. നിലവിളി കേട്ടപ്പോ അതിന്റെ ഉള്ളിൽ കുറെ ആളുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒച്ച വെച്ചു, ആളുകളൊക്കെ തടിച്ചുകൂടി. ഒരു നിർവാഹവുമില്ല, അവരെ രക്ഷപ്പെടുത്താൻ ഒരു പോംവഴിയുമില്ല, ഒരു നിർവാഹവുമില്ല. അവസാനം ആളുകൾ പറഞ്ഞു, ഇത് സ്വാലിഹിന്റെ വേലയാണ്, ഇവരെ ഈ രൂപത്തിൽ ചെയ്തത് സ്വാലിഹാണ്, സാലിഹിന്റെ കൺകെട്ടാണ്, സാലിഹിന്റെ വേലയാണ്, അതുകൊണ്ട് ഇനി സാലിഹിനെ വെച്ചേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഓടി വന്നിട്ട് അവർ സാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ചു സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറവ് നടത്താൻ, കൊല ചെയ്യാനും. അങ്ങനെയാണ് സഹോദരന്മാരെ അവര് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊല ചെയ്യുന്നത് എന്നാണ് ചരിത്രത്തിന്റെ ഒരു വായന. അങ്ങനെ ഒട്ടകത്തെ അവര് അറവ് നടത്തി. അതിനോടൊപ്പം ഇങ്ങനെ അതിന്റെ പിന്നാലെ നടക്കുന്ന അതിന്റെ കുട്ടിയുണ്ടല്ലോ, പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അത് പ്രസവിച്ചു. ആ കുട്ടിയും കൂടെയുണ്ട്. കുട്ടി എന്ത് ചെയ്തു? അത് പരിസരത്തുള്ള അത് വന്ന് ആ പർവ്വതത്തിന്റെ പാറയുടെ ഉള്ളിലേക്ക് തന്നെ അത് ഓടിപ്പോവാണ്. അതിന്റെ മുമ്പ് ഓടിപ്പോകുമ്പോ അവിടെ വെച്ച് 3 കരച്ചിൽ കരഞ്ഞു. വിവരം കിട്ടി ഒട്ടകത്തെ കൊന്നിടണം. അപ്പൊ സാലിഹ് നബി പറഞ്ഞു, അതിരിക്കുൽ ഫസീല അസാ അൻ യുർഫഅൻകുമുൽ അദാബ്, ഒട്ടകത്തെ ഏതായാലും നിങ്ങൾ കൊന്നു, എന്നാൽ അതിന്റെ കുട്ടിയെയെങ്കിലും നിങ്ങൾ പിടിച്ചോ, അതിന്റെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ, അതിനെ കളയണ്ട. ആ കാരണം കൊണ്ടെങ്കിലും അല്ലാഹു തആല നിങ്ങളുടെ അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും, അതുകൊണ്ട് കുട്ടിയെ ശ്രദ്ധിച്ചോ. സാലിഹ് നബി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കുട്ടി എന്ത് ചെയ്തു? അത് വന്ന പാറയുടെ മുമ്പിൽ വന്നിട്ട് 3 ഒച്ച വെച്ചു എന്നാണ്, 3 ശബ്ദമുണ്ടാക്കി. അപ്പോ പാറ അത് വികസിച്ചു, അത് തുറന്നു വന്നു. ആ പാറക്കകത്തേക്ക് ഈ ഒട്ടകക്കുട്ടി കടന്നുപോയി. ഇനി നിർവാഹമില്ല. സാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, സമൂഹമേ ഇനി നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അതുണ്ടാക്കിയത്. ഒരു ശബ്ദത്തിന് ഒരു ദിവസം. ഇങ്ങനെ ഇനി നിങ്ങൾക്ക് 3 ദിവസമേ ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയൂ. 3 ദിവസം ഇനി നിങ്ങൾക്ക് നിൽക്കാം. ഈ
അമാനത്തായി നിങ്ങൾ എടുക്കണ്ട, ഇതൊരിക്കലും കളവായി പോകുന്നതല്ല, അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് ആസന്നമായി. ബുധനാഴ്ച ദിവസമാണ് അവര് ഈ ഒട്ടകത്തെ അറവ് നടത്തിയത്. സാലിഹ് നബി പറഞ്ഞു, ഇനി നിങ്ങൾ അള്ളാന്റെ അദാബ് അത് ഓർത്ത് സന്തോഷിച്ചോളൂ, വേറെ മാർഗമൊന്നും നിങ്ങളുടെ മുമ്പിലില്ല. അപ്പൊ അവർ ചോദിച്ചു, അമ്മ അലാമത്ത് താലിക, ഒരു അദാബ് കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താ ഒരു തെളിവുള്ളത് സാലിഹേ എന്റെ അദാബിന്? സാലിഹ് നബി പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, നാളെ നേരം പുലരുമ്പോ തന്നെ അതിന്റെ തെളിവൊക്കെ നിങ്ങൾ കാണും. നാളെ നേരം പുലരുമ്പോ നിങ്ങളുടെ മുഖം മുഴുവനും മഞ്ഞയായി നോക്കിക്കോളും, ഒക്കെ മഞ്ഞയായി മാറും. അതിന്റെ തൊട്ടടുത്ത ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ മുഖം മുഴുവനും അത് ചുവപ്പ് നിറമുള്ളതായി മാറും, ചുവപ്പ് നിറമുള്ളതായി മാറും. പിന്നെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച കരുവാളിച്ചു, അതോടുകൂടെ നിങ്ങൾക്ക് കഴിയും. പിന്നെ ഞായറാഴ്ച ദുഹായുടെ സമയത്ത് നിങ്ങൾ അവസാനിക്കും. സാലിഹ് നബി പറഞ്ഞു അവൻ. അങ്ങനെ ബുധനും കഴിഞ്ഞ് വ്യാഴാഴ്ച നേരം പുലർന്നപ്പോ ജഅഫറാൻ കൊണ്ട് ചായം പൂശിയതുപോലെ അവരുടെ മുഖമൊക്കെ മഞ്ഞ നിറമായി മാറിയിട്ടുണ്ട്. അത് അവരുടെ ആണ് പെണ്ണ് കുട്ടികൾ എല്ലാവരുടെ മുഖവും മഞ്ഞ നിറായി. ഇങ്ങനെ ഒരു രൂപമാറ്റം അവരിൽ കണ്ടപ്പോ ഇത് സാലിഹ് പറഞ്ഞത് കാര്യമാണ്. അദാബ് കൊണ്ട് അവർ ഉറപ്പിച്ചു. സാലിഹ് പറഞ്ഞത് ശരിയാണ്. ഇനി സാലിഹിനെ കിട്ടണം. എന്തിന്? കൊല്ലാൻ വേണ്ടി. അപ്പോഴും അവര് ഒരു ക്ഷമാപണം പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല. അലിയഖ്തുലൂ, സാലിഹ് അലൈഹിസ്സലാമിനെ കൊല്ലാൻ എവിടെയാണ് സാലിഹ് അവർ തെരഞ്ഞു നടന്നു. സാലിഹ് അലൈഹിസ്സലാമിനെ വധിച്ചു കളയാൻ വേണ്ടി അവര് തിരയുകയാണ്, ഓടി നടക്കുകയാണ്. പക്ഷേ സാലിഹ് നബി ഉള്ളത് എവിടെയാണെന്ന് അവർക്കറിയുന്നില്ല. സാധാരണ ഉള്ള സ്ഥലത്ത് കാണുന്നില്ല, സാലിഹ് നബിയെ കാണുന്നില്ല. ഫലം യജിദൂ, സാലിഹ് അലൈഹിസ്സലാമിനെ അവര് കാണുന്നില്ല. സ്ഥലത്തുണ്ടാവും, കാണില്ല. ഇതാണ് ലാ യുദ്രിക്കുൽ അബ്സാർ, ഒരു ആയത്ത്. കാണൂല. അങ്ങനെയാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് അവതരിച്ച സമയത്തല്ലേ ഉമ്മു ജമീല അബൂലഹബിന്റെ ഭാര്യ ഒരു വലിയ കല്ല് കയ്യിൽ പിടിച്ചിട്ട് മക്കത്തേക്ക് വന്നത്, കഅബന്റെ അരികിൽ വന്നിട്ട് എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സുജൂദിലുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിയായി, പടച്ചോനെ ഈ പെണ്ണെ ചെറിയോ റബ്ബേ. പക്ഷെ റസൂലുള്ളാഹിനെ കാണില്ല. സിദ്ദീഖിനോട് ചോദിക്കും, എവിടെ സിദ്ദീഖ് നിന്റെ ആള്? തല ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. കാണില്ല. ഇങ്ങനത്തെ നൂറുകണക്കിന് സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഹിറായിൽ നിൽക്കുമ്പോ അല്ലേ ഹിജ്റയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന ആ ഖൗറിൽ ഇരിക്കുമ്പോ അവര് വന്നില്ലേ, ഉബയ്യ് ഇബ്നു ഖലഫ് വന്നിട്ട് പറഞ്ഞല്ലോ, ഒന്ന് തെരഞ്ഞു നോക്കി ചങ്ങായിമാരെ എന്ന് പറഞ്ഞു. ഈ ആ ഗുഹയിലുണ്ടോ നോക്കി പറക്കത്തേയല്ലേ. അപ്പൊ ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, എന്ത് തരാന്, മുഹമ്മദ് ജനിക്കണേന്റെ മുമ്പുള്ള പിന്നെ എട്ടുകാലികളും പ്രാക്കളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്, ഇത് തരാന. അതിനെപ്പറ്റി മഹാന്മാർ പറയുന്നത്, പ്രാവ് വന്നിട്ട് അടിഭാഗത്ത് മുട്ടയിട്ടു, എട്ടുകാലികൾ മുകൾ ഭാഗത്ത് വലനെയും. അപ്പൊ അവര് ഗവേഷണം നടത്തി, ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ രണ്ടാളുകൾ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഈ മുട്ട എന്തായാലും പൊട്ടും. ഈ മുട്ട എന്തായാലും പൊട്ടും. അപ്പൊ പോയിട്ടില്ല. പിന്നെ ഈ ഈ വലയും പൊട്ടൂലേ, അപ്പൊ പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പഞ്ഞപ്പോ അത് തെരഞ്ഞു നോക്കൊന്നും വേണ്ട. ആ മാറാവിലൊക്കെ പറഞ്ഞ് നമ്മളെ മേത്താകാൻ തെരഞ്ഞു നോക്കണ്ട. ഈ ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ആ മുട്ടയിട്ട പ്രാവ് അതിന്റെ പേരമക്കളാണ് ഇപ്പോൾ ഹറമിലുള്ള പ്രാവുകൾ എന്ന് ചരിത്രത്തിലുണ്ട്. അങ്ങനെ മഹാന്മാർ പറയുന്നുണ്ട്. ഹറമിൽ ചെന്ന ഒരുപാട് പ്രാക്കളെ കാണും. അന്ന് അവിടെ മുട്ടയിട്ട ആ രണ്ട് പ്രാക്കളുടെ
പേരക്കുട്ടികളാണ്. അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹ് നബിയെ കൊല്ലാൻ വന്നു. ഇതൊക്കെ പ്രവാചകന്മാരുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളാണ്. അവര് അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ. സാലിഹ് നബിയെ കൊല്ലാൻ വന്നു. സാലിഹ് നബിയുടെ കുടുംബത്തെ അവർ കൊന്നു. വന്നിട്ട് സാലിഹ് നബിയുടെ അയൽക്കാരോട് ചോദിച്ചു, എവിടെ സാലിഹ്? ഞങ്ങൾക്കറിയില്ലെന്ന്. പക്ഷേ അവരെ പിടിച്ച് കൈകാര്യം ചെയ്തു. ഇതേ രൂപത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയപ്പോ അബൂജഹൽ അടക്കമുള്ള ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അസ്മാ ബീവി ഉണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവി. അബൂജഹൽ ചോദിച്ചു, എവിടെയാണ് നിന്റെ വാപ്പയുള്ളത്? ഐന അബൂഖ്, എവിടെ നിന്റെ വാപ്പുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണില്ലല്ലോ, എന്റെ വാപ്പ എവിടെ? അപ്പൊ ഖുൽതു വല്ലാഹി ലാ അദ്രി, അസ്മാ ബീവി പറഞ്ഞു, എനിക്കറിയില്ല. ആ സമയത്ത് ഒരൊറ്റ അടിയാ, അബൂജഹൽ ഒരൊറ്റ അടിയാണ് അസ്മാ ബീവി. അടി അങ്ങോട്ട് കിട്ടിയിട്ട് കഴുത്തിലുള്ള ചിറ്റ് തെറിച്ചോണ്ട് പോയി. കഴുത്തിലല്ല, കാതിലുള്ള ചിറ്റ് തെറിച്ചു പോയി, അടി അങ്ങോട്ട് കിട്ടിയിട്ട്. ആ സമയത്ത് ഒരു ജിന്ന് വന്നിട്ട് ഒരു പദ്യം, ഒരു കവിത ചൊല്ലിയെന്നാണ്. ആ ജിന്നിനെ അവര് കാണുന്നില്ല, കവിത കേൾക്കുന്നുണ്ട്. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ഓടിപ്പോകുന്ന ആള് ഉമ്മു മഹബദിന്റെ വീട്ടിൽ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മു മഹബദ് പാല് ഒരു ആട്ടിൽ നിന്ന് പാല് ചോദിച്ചല്ലോ. ഈ ജിന്ന് വന്നിട്ട് പറഞ്ഞു, ചങ്ങായിമാരെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ അവിടെ തീരെ ഉമ്മു മഹബദിന്റെ വീട്ടുപടിക്കലുണ്ടോ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് എന്ന് ഒരു ജിന്ന് വന്നിട്ട് അവിടെ വെച്ചിട്ട് പാടിക്കൊടുക്കുന്ന ഒരു കവിതയില്ലേ. അപ്പൊ അസ്മാ ബീവി പറയാണ്, അത് കേട്ടിട്ടാ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇല്ല, സുരക്ഷിതരാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ അതിൽ നിന്നാ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ സഹിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ യഅ്മുറുകും അൻ തഅ്ബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിന്റെ റസൂൽ മക്കയിലൂടെ കയറി ചെന്ന് ഓരോ ആളുകളെ കാണുമ്പോഴും പറയാണ്, നിങ്ങളോട് അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു നിങ്ങളോട് പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്, അൻ തഅ്ബുദൂ, അവന് ആരാധന ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വലാ തുശ്രികൂ ബിഹി ശൈആ, വേറെ ഒരു പ്രതിമകളെയും പ്രതിഷ്ഠകളെയും ഒന്നിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇത് പടച്ചോൻ പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ കേൾക്കുവീൻ. സബായ നബിതങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ ഓരോ ആളുകളുടെ അരികിൽ ചെന്നിട്ട് പറയും. എന്നാൽ അബൂലഹബ് അമ്മുഹു വറാഅഹു, റസൂൽ അങ്ങനെ പോകുമ്പോ അബൂലഹബിനുള്ള പണി എന്താ? ആരെ കാണുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ഏത് വീട്ടിക്കാ കയറുന്നത്, അതിന്റെ പിന്നാലെ പോകും. പിന്നാലെ പോയിട്ട് അവൻ പറയും, എന്നെ ആബായിക്കും, ഇക്കാലം വരെ നമ്മളെ ബാപ്പാപ്പാര് അവര് നമുക്ക് പറഞ്ഞെന്ന ഒരു സംഗതിയെ വർജിക്കാനാണ് മുഹമ്മദ് പറയണത്. നിങ്ങൾ കേൾക്കണ്ട, അത് നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള കയറിയ വീട്ടിൽ മുഴുവനും അബൂലഹബ് കയറുമായിരുന്നു. എത്രേ! ഇതിന്റെ വേറെ ഒരു വശം നാം മുമ്പ് പല തവണകളിലായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വലിയ വിഷമങ്ങൾ ഹബീബായ നബി തങ്ങളെ സാഹിറാക്കി, അതേ പ്രകാരം തന്നെ കവിയാക്കി, ജ്യോത്സ്യനാക്കി, ഭ്രാന്തനാക്കി ഒക്കെ ചെയ്തു. റസൂലുള്ളാഹിയുടെ തലയിലൂടെ മണ്ണ് വാരി എറിഞ്ഞു. അതേ പ്രകാരം റസൂലുള്ളാഹിന്റെ വീട്ടുപടിക്കൽ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകങ്ങളെ അറവ് നടത്തിയിട്ട് ദുർഗന്ധം വമിക്കുന്ന ചോരക്കട്ടകൾ കൊണ്ടുവന്നിട്ടു. ഇതുപോലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ നിൽക്കുമ്പോൾ വലീദ് ഇബ്നു മുഗീറ വന്നിട്ട് റസൂലുള്ളാഹിനെ ചവിട്ടി എന്ന് കാണുന്നുണ്ട്. നമുക്കത് പറയാനും അത് ഇങ്ങനെ ഒന്ന് പറയാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. മറ്റൊരു ഘട്ടത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ വലീദ് ഇബ്നു മുഗീറ മുണ്ടിട്ട് മുറുക്കി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി ചെന്നിട്ട് പറഞ്ഞു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ കൂട്ടരെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സിദ്ദീഖ് എന്നവർ ഓടി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷപ്പെടുത്തി. ഇവിടെയൊക്കെ അല്ലാഹു യഅ്സിമുക മിനന്നാസ്, നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തും, അവിടുത്തെ പേടിക്കണ്ട, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. പക്ഷേ നോക്കൂ നിങ്ങൾ, എന്നാലും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകളാണ്.
ഇതേ രൂപത്തിൽ സാലിഹ് അലൈഹിസ്സലാം ആ സാലിഹ് നബിയെ കൊല്ലാൻ വേണ്ടി അവര് വന്നു, പക്ഷേ കാണുന്നില്ല. സാലിഹ് നബിയുടെ എന്ത് ചെയ്തു? സാലിഹ് അലൈഹിസ്സലാം അവർക്ക് അദാബ് ഉറപ്പായി. സാലിഹ് നബിയെ കാണുന്നില്ല. സാലിഹ് അലൈഹിസ്സലാം വിശ്വാസികളാകുന്ന ആളുകളും ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാടിലാണ്. അങ്ങനെ അവരുടെ വ്യാഴാഴ്ച ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച മഞ്ഞ നിറം, വെള്ളിയാഴ്ച ചുവപ്പ് നിറം, ശനിയാഴ്ച ആയപ്പോഴേക്കും റോട്ടിലിടുന്ന സാധനം അതന്നെ, അത് മുഖത്ത് പുരണ്ടതുപോലെ കറുത്തുപോയി അവരുടെ മുഖം, കറുത്തുപോയി അവരുടെ മുഖം. അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫസാഹു ജമീഅൻ, എല്ലാവരും കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഇനി അവർക്ക് എന്തായിക്കൂടെ? ഇനി കരയണോ? അവർക്ക് തൗബ ചെയ്താൽ പോരെ? ഇല്ല, ഇനി അവരെ തൗബ സ്വീകരിക്കില്ല. ആ സ്റ്റേജ് വിട്ടു, ആ സ്റ്റേജ് വിട്ടു. ഇനി അവരെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ കവാടം അടഞ്ഞുപോയി. സ്വാലിഹ് നബിയെ കാണുന്നുമില്ല. അങ്ങനെ ഞായറാഴ്ച ദിവസമാവുകയാണ്. സ്വാലിഹ് നബിയുടെയും വിശ്വാസികളും ഫലസ്തീനിലേക്ക് പോവുകയാണ്. അവിടെ നിന്നില്ല. അന്ന് രാത്രി, ഞായറാഴ്ച രാത്രി, സ്വാലിഹ് നബിയും വിശ്വാസികളാകുന്ന ആളുകളും ഫലസ്തീനിലേക്ക് രക്ഷപ്പെട്ടു. ഞായറാഴ്ച ദുഹയുടെ സമയമായി. ഈ സമൂഹത്തിന് ഉറപ്പായി ഇനി എന്ത് ഒരു സംശയം അവർക്കില്ല. അവരിങ്ങനെ ശിക്ഷ പ്രതീക്ഷിക്കുകയാണ്. എന്തും സംഭവിക്കും. അവരെന്ത് ചെയ്തെന്നറിയോ? സിറുഫ് എന്നു പേരുള്ള ഒരു ചെടി പറിച്ചിട്ട്, അത് വല്ലാത്ത കയ്പുള്ള ഒരു ചെടിയാണ്. അതിന്റെ നീര് മുഴുവനും ശരീരത്തിൽ പുരട്ടി. എന്തിനാ പറ്റിയത്? നമ്മൾ ഇനി ഇവിടെ മയ്യത്താകാൻ പോവാണ്. ഈ സമയത്ത് കാട്ടു ജന്തുക്കൾ വന്നിട്ട് നമ്മുടെ ശരീരം തൊടരുത്. അവരത് പിച്ചു ചീന്തരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സിബുറു എന്ന് പറയുന്ന ചെടി പറിച്ചിട്ട് അതിന്റെ നീര് മുഴുവനും ശരീരത്തിൽ തേച്ച് അവരുടെ പുതപ്പുകൾ കഫംപുടയാക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു സമൂഹം. ആകാശത്തേക്ക് നോക്കുക, ഇടക്കിടക്ക് ആകാശത്തെ വരുന്നുണ്ടോ? ഭൂമിക്ക് നോക്കും. ഈ രൂപത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സമൂഹത്തിന്റെ കഥ. ഞായറാഴ്ച ദിവസം ആയപ്പോഴേക്കും ഈ രൂപത്തിൽ അവർ അദാബിനെയും നോക്കി പാർത്തു പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ളുഹയുടെ സമയത്ത് ഒരൊറ്റ അട്ടഹാസമാണ്. ജിബ്രീൽ വന്നിട്ട് ഒരൊറ്റ ഘോരമായ ശബ്ദം, ഒരൊറ്റ അട്ടഹാസം. ആ ഒരൊറ്റ ശബ്ദത്തോടു കൂടെ എല്ലാവരും മരിച്ചു ചത്തൊടുങ്ങി. ഇങ്ങനെയാണ് സമൂഹ ഗോത്രത്തിന്റെ നാശം സംഭവിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് എന്തേ? ലമ്മാ മർറൻ നബിയു അലൈഹി സ്വലാത്തു വസ്സലാം ബിൽ ഹിജ്ർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. മദാഇൻ സാലിഹ് ഹിജ്ർ എന്ന് പേര് വരാൻ കാരണം പാറകൾ തുറന്നിട്ട് അതിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ അതിലൂടെ നടന്നു പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഫീ ഗസ്വത്തി തബൂക്ക് യുദ്ധത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈ ഹിജ്റിലെത്തിയപ്പോ, അഥവാ തബൂദ് ഗോത്രക്കാരെ നശിപ്പിച്ച സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ യദ്ഖുലുന്ന അഹദും മിൻകും ഹാദിഹിൽ ഖറിയ വലാ തശ്റബൂ മിമ്മാ ഇയാ വലാ തദ്ഖുലൂ അലാ ഹൗലാഇൽ മുഅദ്ദബീന ഇല്ലാ അൻ തകൂനൂ ബാഖീന അൻ യുസീബകും മിത്ല മാ അസാബഹും സ്വഅബാ. ഈ നാട്ടിലേക്ക് ഒരാളും തന്നെ പ്രവേശിക്കരുത്. ഈ നാട്ടിലേക്ക് ഒരൊറ്റ ആളും പ്രവേശിക്കരുത്. എങ്ങനെയല്ലാതെ? കരഞ്ഞുകൊണ്ടല്ലാതെ. അല്ലാഹുവിന്റെ അദാബിന് വിധേയമായ നാടാണിത്. കരഞ്ഞുകൊണ്ടാവണം നിങ്ങൾ ഇങ്ങോട്ട് കടക്കേണ്ടത്. ആ തമൂദ് ഗോത്രത്തിന് എത്തിയ ആപത്തുണ്ടല്ലോ, ആ ആപത്ത് നടത്തിയ അല്ലാഹു അല്ലേ ഇപ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്നത്? അത്തരത്തിലുള്ള വല്ല മുസീബത്ത് ഞങ്ങൾക്ക് വരുമോ എന്ന പേടിയോടുകൂടെ കരഞ്ഞുകൊണ്ടല്ലാതെ
ഇങ്ങോട്ട് കടക്കരുത് സ്വഹബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചരിത്ര വായനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു. ആ ഭൂമിയിലാണ് നമ്മളും താമസിക്കുന്നത്. അവര് നമ്മുടെ പൂർവികരാണ്. അവരെ നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഇപ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു ബോധമാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്നുണ്ടാവേണ്ടത്. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുന്നതും. സഹാബ, അവർക്ക് സംഭവിച്ച മുസീബത്ത് നമുക്കും പറ്റിപ്പോകുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടാവണേ. ആ പേടിയോടെ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കടക്കരുത് കേട്ടോ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസ്അലൂ റസൂലക്കുമുൽ ആയാത്ത്, നിങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ദൃഷ്ടാന്തങ്ങൾ ചോദിക്കരുത്. ഫഇന്ന ഹൗലാഇ ഖൗമു സാലിഹ്, സാലിഹ് നബിയുടെ ഈ ജനതതികളുണ്ടല്ലോ, സാലൂ റസൂലഹും അല്ലായ, അവരെ റസൂലിനോട് ദൃഷ്ടാന്തം ചോദിച്ചതാണ്. ഫബഅത ഇലൈഹിം മനാഖ, അപ്പോൾ അല്ലാഹു തആല അവർക്ക് തെളിവായിട്ട് ഒട്ടകത്ത് കൊടുത്തതാണ്. ആ ഒട്ടകം ഇതാ ഇതിലൂടെയായിരുന്നു വന്നിരുന്നത്, വെള്ളം കുടിച്ച് ഇതിലൂടെയായിരുന്നു പോയിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഒട്ടകത്തെ അവർ കൊന്നപ്പോ അതിന്റെ ഫസീല് അഥവാ ഒട്ടകക്കുട്ടി ഈ പാറയിലേക്കാണ് ഓടിക്കയറിയത്. സ്വഹബാ, അല്ലാഹുവിന്റെ റസൂൽ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഈ പാറയിലേക്കാണ് അത് ഓടിക്കയറിയിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പെട്ടെന്ന് അതാ ആ വാദി അങ്ങോട്ട് നടന്നു വിടുന്നു. ഇത് പറഞ്ഞ് ഈ പാഠം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് റസൂലുള്ളാഹി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അലിയാരെ വിളിക്കുന്നു, യാ അലി അതദരി മൻ അഷ്ഖൽ അവ്വലീൻ, ഓ അലി, പൂർവീക സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്നറിയോ അലി? അതേ അലിയാര് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. നബി തങ്ങൾ പറഞ്ഞു, സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തവൻ ആരാണോ അവനാണ് ഏറ്റവും കുരുത്തം കെട്ടവനെന്ന്. പൂർവീക സമൂഹത്തിലെ ഏറ്റവും കെട്ടവൻ അവനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറഞ്ഞു, പിൽക്കാല സമൂഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹം, ആ സമൂഹത്തിലെ ഏറ്റവും കുരുത്തം കെട്ടവൻ ആരാണെന്നറിയോ? അപ്പോഴും അറിയാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം. നബി തങ്ങൾ പറഞ്ഞു, യാ അലീ ഖാതിലുക, നിങ്ങളെ കൊല ചെയ്യുന്ന ഒരാളുണ്ട്, നിങ്ങളെ കൊല ചെയ്യുന്ന ഒരാളുണ്ട് അലി. ആരാണത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ്. ആനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ അടിവയറ്റിന് വന്നിട്ട് സുബഹിയുടെ സമയത്ത് കുത്തിക്കീറുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലേക്ക് പോകുമ്പോൾ അലിയാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അലി, നിങ്ങളെ കൊല്ലുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമും അവനാണ് പിൽക്കാല സമൂഹത്തിലെ ഏറ്റവും കുരുത്തം കെട്ടവനെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവിടെ സഹോദരന്മാരെ, അങ്ങനെയതാ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഈ സംഭവം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫലമ്മാ ജാഅ അംറുനാ ഫഅഖറുഹാ ഫഖാല തമത്തഉ ഫീ ദാരികും തലാസത അയ്യാം. അതേ, അവർ ഒട്ടകത്തെ അറവ് നടത്തി. പറഞ്ഞു, തമത്തഉ ഫീ ദാരികും തലാസത അയ്യാം, ഇനി 3 ദിവസം നിങ്ങൾ സുഖമായി ജീവിച്ചോ, 3 ദിവസേ ഇനി നിങ്ങൾക്ക് ഇവിടെ ദീർഘായുസുള്ളൂ. ഇത് കളവല്ലാത്ത, വ്യാജമല്ലാത്ത, ഉറപ്പായും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് കേട്ടോ. ഫലമ്മാ ജാഅ അംറുനാ, അല്ലാഹുവിന്റെ അദാബ് വരുന്നു.
സാലിഹ് അലൈഹിസ്സലാമിനെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു. വല്ലദീന ആമനൂ മഅഹു, അതേ പ്രകാരം സാലിഹ് നബിയിൽ വിശ്വസിച്ചവരെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്ത്, അതാണ് ആ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്, അല്ലാതെ മറ്റു വിഷയങ്ങളെ കൊണ്ടല്ല. 4000 ആളുകൾ ആ സമയത്ത് വിശ്വാസികളായി ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ആവട്ടെ വമിൻ ഖിസി യൗമഇദിൻ, വളരെ നിന്ദ്യമായ ആ ദിവസത്തെ നിന്ദ്യതരത്തിൽ നിന്നും നമ്മുടെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അവരെ രക്ഷപ്പെടുത്തുകയാണ്. ഇന്ന റബ്ബക, അതേ നിന്റെ രക്ഷിതാവുണ്ടല്ലോ, ഹുവൽ ഖവിയുൽ അസീസ്, അവൻ വളരെ വലിയ ശക്തിയുള്ളവനും പ്രതാപശാലിയുമാണെന്ന് മനസ്സിലാക്കണം. വഖദല്ലദീന ളലമുസ് സൈഹതു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാതിമീൻ. എങ്ങനെയാണ് അതാണ് വന്നത്? ഈ അക്രമികളാകുന്ന ആളുകളെ പിടികൂടുകയാണ്. അസ്സൈഹതു, ഘോരമായ ശബ്ദം, ഘോരമായ ശബ്ദം പിടികൂടുകയാണ്. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാതിമീൻ. അങ്ങനെ അവരവരുടെ വീടുകളിൽ ചത്ത് കിടക്കുകയാണ്, ചലരമറ്റ് കിടക്കുകയാണ്. അല്ലദീ കഅല്ലം യഗ്നൗ ഫിഹാ, അതെ ഇങ്ങനെ ഒരു സമൂഹം അവരുടെ ജീവിച്ച ഒരു അടയാളം പോലും ഇല്ലാത്ത രൂപത്തിൽ നിശ്ചലരായി ആ ഖറിയക്കാരെ അല്ലാഹു തആല നശിപ്പിച്ചു. ഇന്ന സമൂദ കഫറു റബ്ബഹും, എന്നെ അല്ലാഹു അവരെ ശിക്ഷിക്കാനുള്ള കാരണം, സമൂദ് ഗോത്രം അവരുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചു. അതാണ് കാരണം കേട്ടോ. ഇതാ നമ്മുടെ പാഠം. അലാ, നിങ്ങൾ അല്ലാഹു പറയുന്ന ശൈലി, ഈ ഒരു അദാബിന്റെ അവസ്ഥകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അല്ലാഹു അവസാനം പറയാം, അലാ അലാ, അറിഞ്ഞോളണം മനുഷ്യരെ, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം. എന്തേ? അന്ന സമൂദ, ഇന്ന സമൂദ കഫറു റബ്ബഹും. എന്തിനാണ് അവർ അന്ന് നശിപ്പിച്ചത്? അവരെ റബ്ബിനോട് നന്ദികേട് കാണിച്ചതാണ്. അവരെ റബ്ബിനോട് നന്ദികേട് കാണിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ നശിപ്പിച്ചത്. അലാ ബുഅദൻ ലിസമൂദ്, ഈ നന്ദികേട് കാണിച്ച സമൂഹമായ സമൂദ് ഗോത്രം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് എത്രയോ അകലെ പോയവരാണ്. അവർക്ക് പടച്ച റബ്ബിന്റെ കാരുണ്യം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. ഇത്യാദി ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നുമൊക്കെ സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരട്ടെ.